നിയമവിദ്യാർത്ഥിനിയായിരുന്ന പെരുമ്പാവൂർ സ്വദേശിനിയുടെ മരണം പോലീസിന് ആദ്യം സാധാരണയൊരു കേസായിരുന്നു. 2016 ഏപ്രിൽ 28 രാത്രി ജോലി കഴിഞ്ഞെത്തിയ അമ്മയാണ് നിയമവിദ്യാർത്ഥിനിയുടെ മൃതദേഹം ആദ്യം കാണുന്നത്. തലക്കടിയേറ്റ് നിയമവിദ്യാർത്ഥിനി മരിച്ചുവെന്ന ആദ്യ ഭാഷ്യത്തിന് മാറ്റമുണ്ടായത് സഹപാഠികൾ വീട് സന്ദർശനത്തിന് ശേഷമാണ്. എന്തായിരുന്നു നിയമവിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സംഭവിച്ചത്? കാണാം ക്രൈം ഡയറി. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ മരണം അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ കഴിയില്ല. ആദ്യം പോലീസിന് ഇതൊരു സാധാരണ കേസായിരുന്നുവെങ്കിൽ പിന്നീട് കോളിളക്കം സൃഷ്ടിച്ച വധക്കേസായി പരിണമിച്ചത് ദിവസങ്ങൾ കൊണ്ടായിരുന്നു. ഏപ്രിൽ 28 നിയമവിദ്യാർത്ഥിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. തുടർന്ന് കുറുപ്പമ്പടി സിഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം. പിറ്റേന്ന് ഏപ്രിൽ 29 മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക്. ശരീരത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളും വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക വകുപ്പ് മാത്രം ചേർത്ത് കുറുപ്പമ്പടി സിഐ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നു. രാത്രിയോടെ നിയമവിദ്യാർത്ഥിനിയുടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ ദഹിപ്പിക്കുന്നു. അങ്ങനെയിരിക്കെ മെയ് 1 നിയമവിദ്യാർത്ഥിനിക്കൊപ്പം പഠിച്ച ഒരു കൂട്ടം സഹപാഠികൾ ഞെട്ടിക്കുന്ന കൊലപാതക വിവരം സാമൂഹിക മാധ്യമങ്ങൾ വഴി പൊതുചർച്ചയ്ക്ക് വെക്കുന്നു. വൈകുന്നേരത്തോടെ മാധ്യമങ്ങൾ ആ വിഷയം ഏറ്റെടുക്കുന്നു. പിറ്റേന്ന് മെയ് 2 ആയപ്പോഴേക്കും പ്രതിയുടേതെന്ന് സംശയിക്കാവുന്ന ഒരു ജോഡി കറുത്ത പ്ലാസ്റ്റിക് ചെരുപ്പ് പോലീസിന് ലഭിച്ചു. മെയ് 3 നിയമവിദ്യാർത്ഥിനിയുടെ ദേഹത്ത് 38 മുറിവുകളുണ്ടെന്നും ലൈംഗിക പീഡനം നടന്നെന്നും മൃതശരീരം കുത്തി നശിപ്പിച്ചെന്നുമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. പ്രതികളെക്കുറിച്ച് സൂചനയില്ല. പക്ഷേ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ 4 പേരെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുക്കുന്നു. മെയ് 5 ആയപ്പോഴേക്കും അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പിയെ മാറ്റി. അന്വേഷണ സംഘം വിപുലീകരിച്ചു. കേന്ദ്രമന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ട്, ദേശീയ വനിതാ കമ്മീഷൻ അംഗം ലളിത കുമാരമംഗലം തുടങ്ങിയവർ പെരുമ്പാവൂരിലെത്തി. കൊലപാതകം നടന്ന ദിവസം വൈകുന്നേരം 6 മണിയോടെ മഞ്ഞ ഷർട്ട് ധരിച്ചയാൾ നിയമവിദ്യാർത്ഥിനിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കനാൽ വഴി പോകുന്നത് കണ്ടതായി അയൽവാസിയായ സ്ത്രീ മെയ് 6 മൊഴി നൽകുന്നു. മെയ് 10 ആയപ്പോഴേക്കും ആധാർ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണത്തിന് നീക്കം ആരംഭിച്ചു. ശരീരത്തിലേറ്റ കടിയുടെ അടിസ്ഥാനത്തിൽ മുൻനിരയിലെ പല്ലുകളിൽ വിടവുള്ള ആളുകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ മെയ് 12 തീരുമാനിക്കുന്നു. മെയ് 15 ആയപ്പോഴേക്കും പ്രതിയുടേതെന്ന് സംശയിക്കുന്ന DNA സാമ്പിൾ തിരിച്ചറിഞ്ഞു. ഇത് കണ്ടെത്തിയത് നിയമവിദ്യാർത്ഥിനിയുടെ ചുരിദാറിൽ പറ്റിയ ഉമിനീരിന്റെ ചെറിയൊരു അംശത്തിൽ നിന്നാണ്. മെയ് 27 ആയപ്പോൾ ദക്ഷിണ മേഖല ADGP ബി സന്ധ്യയുടെ മേൽനോട്ടത്തിലുള്ള പുതിയ സംഘം അന്വേഷണം ഏറ്റെടുത്തു. പുതിയ അന്വേഷണ സംഘം കൊലയാളിയുടെ പുതിയ രേഖാചിത്രം ജൂൺ 3 ആയപ്പോൾ തയ്യാറാക്കി. ജൂൺ 5 ലോക്നാഥ് ബെഹ്റ നിയമവിദ്യാർത്ഥിനിയുടെ വീട്ടിലെത്തുന്നു. ജൂൺ 15 ആയപ്പോൾ വീടിന്റെ പരിസരത്ത് നിന്ന് ലഭിച്ച ചെരുപ്പിൽ നിയമവിദ്യാർത്ഥിനിയുടെ രക്തകോശങ്ങൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നു. തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. അങ്ങനെ ജൂൺ 16 ആയപ്പോൾ കൊലയാളി അസം സ്വദേശി അമിറുൽ ഇസ്ലാം പോലീസിന്റെ പിടിയിലാവുകയാണ്. DNA പരിശോധനയിലും ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് ഉറപ്പിച്ചു. അമിറുൽ ഇസ്ലാമിനെ ഏക പ്രതിയാക്കി അന്വേഷണ സംഘം സെപ്റ്റംബർ 17 കുറ്റപത്രം സമർപ്പിച്ചു. പിന്നീട് 2017 മാർച്ച് 17 കേസിന്റെ വിചാരണ ആരംഭിച്ചു. നവംബർ 21 കേസിന്റെ അവസാന വാദം നടന്നു. ഡിസംബർ 12 ആയപ്പോൾ അമീറുൽ ഇസ്ലാമിനെ കുറ്റക്കാരനെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു. ഡിസംബർ 13 അവസാന വാദം പൂർത്തിയായി. ഡിസംബർ 14 ആയപ്പോൾ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചു. സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ 2024 മെയ് 20 ഹൈക്കോടതി അംഗീകരിച്ചു. എന്നാൽ ഇപ്പോൾ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൊലപാതകത്തിൽ പ്രതിയുടെ മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കുവാനും ശിക്ഷ ലഘൂകരിക്കുവാൻ കാരണങ്ങളുണ്ടെങ്കിൽ അതേക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാനും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആയതിനാൽ 2024 ജൂലൈ 18 നിയമവിദ്യാർത്ഥിനിയുടെ കൊലക്കേസ് പ്രതി അമിറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു.